കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകട്ടെ. വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയത്തോടുകൂടെ നിങ്ങളുടെ ചിന്തകളിലേക്ക്, ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിക്കുവിൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ വാക്യം അനുഗ്രഹീതമാണ്. യേശു കർത്താവ് ഒരു അത്തിവൃക്ഷത്തെ ശപിക്കുകയും അത് ഉണങ്ങിപ്പോവുകയും ചെയ്തതിനോടുള്ള ബന്ധത്തിൽ സ്തോത്രം. ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞൊരു വാചകം നമ്മൾ ആ ഭാഗത്ത് നിന്ന് ശ്രദ്ധിക്കണം. അതിൻ്റെ 20 മുതലുള്ള വാക്യം. രാവിലെ അവർ കടന്നു പോരുമ്പോൾ അത്തിവൃക്ഷം വേരോട് ഉണങ്ങിപ്പോയത് കണ്ട്. അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു, റബീ, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിപ്പിൻ. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുക. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ച്, ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം ഏത് വിധത്തിലായിരിക്കണം. അവിടെ ഇങ്ങനെ നമ്മൾ യേശു കർത്താവ് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ളവർ ആയിരിക്കുവേ. അടുത്ത് അവിടെ പറയുന്ന രണ്ടാമത്തെ കാര്യം, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിക്കണം. അപ്പോൾ ശ്രദ്ധിക്കണം, ഒന്ന്, ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കണം. രണ്ട്, സംശയിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പറയണം. ശ്രദ്ധിച്ച്, ആ വാക്കുകൾ നമ്മൾ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ നടക്കുന്നതിൻ്റെ പുറകിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. അപ്പോൾ ഒന്ന്, നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കാൻ തയ്യാറാകണം. രണ്ട്, നമ്മൾ ആ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ തന്നെ സംശയമില്ലാത്തൊരു വിശ്വാസം നമ്മുടെ അകത്ത് ചലിക്കണം. സംശയമില്ലാതെ വിശ്വസിക്കുക മാത്രമല്ല, സംശയമില്ലാതെ വിശ്വസിച്ചുകൊണ്ട് അത് സംഭവിക്കുന്നതിന് വേണ്ടി നമ്മളത് പറയുകയും കൂടെ വേണം. അവിടെ നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്, അല്ലേ? എന്താ പറയേണ്ടത്? മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോകാൻ പറഞ്ഞാൽ അത് അങ്ങനെ സംഭവിക്കും. അപ്പം ദൈവത്തിൽ വിശ്വസിച്ച് സംശയിക്കാതെ വിശ്വസിച്ചും കൊണ്ട് ഏത് വിഷയത്തെ നോക്കി കൽപ്പിച്ചാലും, അത് നെഗറ്റീവാണെങ്കിൽ ശരി, പോസിറ്റീവ് ആണെങ്കിൽ ശരി, അനുഗ്രഹിക്കപ്പെടും എന്ന് നീ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെടും. തടസ്സമായി നിൽക്കുന്ന പ്രതിസന്ധികൾ നിന്നെ വിട്ട് മാറും എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് ആഴമായി സംശയിക്കാതെ നീ അത് പറഞ്ഞാൽ നിന്റെ മുമ്പിൽ നിന്ന് ആ തടസ്സം മാറിപ്പോകും. നിനക്ക് പ്രതികൂലമായി നിൽക്കുന്ന വിഷയങ്ങൾ ചെറുതാകാം വലുതാകാം, അതിനെ നോക്കി വിശ്വാസത്താൽ സംശയിക്കാതെ പറഞ്ഞു നോക്കിയേ നമ്മുടെ മുമ്പിൽ നിന്ന് ആ പ്രതിസന്ധികൾ മാറിപ്പോകുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അതോട് ബന്ധപ്പെട്ട് തന്നെയാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ യാചിക്കുമ്പോൾ ലഭിച്ചു എന്ന് വിശ്വസിച്ചും കൊണ്ട് നിങ്ങൾ സ്തോത്രം പ്രാർത്ഥിച്ചാൽ അത് നിങ്ങൾക്ക് വെളിപ്പെട്ടു വരും എന്നുള്ളത് വസ്തുതയാണ്. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ലാസറിൻ്റെ കല്ലറയുടെ അടുക്കലേക്ക് വന്ന് യേശുവിനോട് സ്തോത്രം മാർത്തയും മറിയയും പറഞ്ഞൊരു വാചകം നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം, ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പോൾ ശ്രദ്ധിക്കുക, യേശുവിനെ പറ്റിയുള്ള അവരുടെ വിശ്വാസം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. ഇനി യേശു കർത്താവ് കല്ലറയുടെ അടുക്കൽ പോയിട്ട് പിതാവിനോട് പറഞ്ഞ വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. 41-ാം വാക്യം 11-ന്റെ സ്തോത്രം. അവിടെ ഇങ്ങനെ പറഞ്ഞു, യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ ഇപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞാണ് ലാസറിനെ യേശു കർത്താവ് ഉയർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. അവൻ മരണത്തെ ജയിച്ച് പാതാളത്തെ ജയിച്ച് എഴുന്നേറ്റ് വന്ന ദൈവമാണ്. ആ ദൈവത്തിൽ നീ വിശ്വസിച്ചുകൊണ്ട് നിന്റെ മുമ്പിൽ അസാധ്യമായി നിൽക്കുന്ന ഏത് വിഷയത്തിലാണോ നീ ഭാരപ്പെടുന്നത്, ഏത് വിഷയത്തിലാണോ നീ വ്യാകുലപ്പെടുന്നത്, ഏത് വിഷയത്തിലാണോ നീ സ്തോത്രം നുറുക്കമുള്ള ഹൃദയത്തോടുകൂടെ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നത്, നിശ്ചയമായി ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുക തന്നെ ചെയ്യും. ഭാരപ്പെട്ട് വേദനപ്പെട്ട് വിശ്വാസത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥനകൾക്കകത്ത് മറുപടി തരാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ട് വിശ്വാസത്തോടുകൂടെ സംശയിക്കാതെ പ്രാർത്ഥിക്കാൻ ഈ ദിവസങ്ങൾ തയ്യാറാകട്ടെ. ദൈവത്തിൻ്റെ മഹത്വം നമുക്കായിട്ട് ദൈവം വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടവരും. കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാൻ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായി ഈ നല്ല സമയത്തിനാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന. ഒരിക്കൽ കൂടെ
കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ആയിരിപ്പൻ കർത്താവിൻ്റെ വരുത്തതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നയോളം ഞങ്ങളെ കരുതിയ, നടത്തിയ, പരിപാലിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തതകൾക്കായി സ്തോത്രം. ഈ സന്ദേശം അനേകായിരങ്ങൾക്ക് അനുഗ്രഹമാകുവാൻ സ്വർഗമിടയാക്കണം. അനേകരിലേക്ക് ഇത് സ്തോത്രം ഷെയർ ചെയ്യപ്പെടുവാൻ സ്വർഗമിട വരുത്തിയാണ്. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.